വെൽക്കം ടു മൈ ചാനൽ വോയിസ് ഓഫ് വേൾഡ്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കുഡ് ഹാവ്, ഷുഡ് ഹാവ്, വുഡ് ഹാവ് എന്നിവയുടെ യൂസേജാണ്. കുഡ് ഹാവ് ചെയ്യണമായിരുന്നു, ഷുഡ് ഹാവ് ചെയ്യേണ്ടിയിരുന്നു, വുഡ് ഹാവ് ചെയ്തേനെ എന്നിങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഫസ്റ്റ് കുഡ് ഹാവിൻ്റെ യൂസേജ് നോക്കാം. പോകണമായിരുന്നു, ചെയ്യണമായിരുന്നു, തരാമായിരുന്നു എന്നിങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ യൂസേജ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, യു കുഡ് ഹാവ് അവോയ്ഡഡ് ദ ആക്സിഡൻറ്റ് ബൈ ഡ്രൈവിംഗ് സ്ലോ. പതുക്കെ വാഹനം ഓടിച്ചാൽ അപകടം ഒഴിവാക്കാമായിരുന്നു. അടുത്തൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു കുഡ് ഹാവ് സക്സീഡഡ്. നീ നന്നായി പഠിച്ചിരുന്നുവെങ്കിൽ നിനക്ക് വിജയിക്കാമായിരുന്നു. ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ഇഫ് യു ഹാഡ് ഹെൽപ്ഡ് ഹിം ഹി കുഡ് ഹാവ് എസ്കേപ്ഡ്. നീ അവനെ സഹായിച്ചിരുന്നുവെങ്കിൽ അവന് രക്ഷപ്പെടാമായിരുന്നു. അപ്പോൾ ഇവിടേക്ക് കുഡ് ഹാവിൻ്റെ അർത്ഥം എങ്ങനെയാണ് വരുന്നത്? വിജയിക്കാമായിരുന്നു, രക്ഷപ്പെടാമായിരുന്നു, ഒഴിവാക്കാമായിരുന്നു. എങ്ങനെയാണ് കുഡ് ഹാവിൻ്റെ യൂസേജ് വരുന്നത്? ഇതിൻ്റെ നെഗറ്റീവ് നോക്കാം. കുഡ് ഹാവിൻ്റെ നെഗറ്റീവാണ് കുഡിൻറ്റ് ഹാവ്. എക്സാമ്പിൾ, ഇഫ് വി ഹാഡ് ലെഫ്റ്റ് ഏർലി വി കുഡിൻറ്റ് ഹാവ് മെറ്റ് ഹിം. നമ്മൾ നേരത്തെ ഇറങ്ങിയിരുന്നുവെങ്കിൽ നമുക്ക് അയാളെ കാണാൻ സാധിക്കുമായിരുന്നില്ല. ഇഫ് വി ഹാഡ് ലെഫ്റ്റ് ഏർലി വി കുഡിൻറ്റ് ഹാവ് മെറ്റ് ഹിം. അടുത്തത് ഇനി ഷുഡ് ഹാവ് ആണ്. ഷുഡ് ഹാവിൻ്റെ യൂസേജ് നമ്മൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ, അവനെ വിളിക്കേണ്ടതായിരുന്നു, അത് ചെയ്യേണ്ടതായിരുന്നു, അവിടെ പോവേണ്ടതായിരുന്നു എന്നിങ്ങനെയൊക്കെ പറയാനാണ് ഷുഡ് ഹാവ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ഷുഡ് ഹാവ് ഇൻവൈറ്റഡ് ഹിം ടു ദ വെഡ്ഡിങ്. ഞാൻ അവനെ കല്യാണത്തിന് വിളിക്കേണ്ടതായിരുന്നു. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. യു ഷുഡ് ഹാവ് കോൾഡ് മീ. നീ എന്നെ വിളിക്കേണ്ടതായിരുന്നു. ഒരു എക്സാമ്പിളൂടെ, ഐ ഷുഡ് ഹാവ് സേവ്ഡ് സം മണി. ഞാൻ കുറച്ച് പൈസ സേവ് ചെയ്യേണ്ടതായിരുന്നു. ഷുഡ് ഹാവിൻ്റെ നെഗറ്റീവ് ഫോമാണ് ഷുഡിൻറ്റ് ഹാവ്. എക്സാമ്പിൾ, ഹി ഷുഡിൻറ്റ് ഹാവ് ഷൗട്ടഡ് അറ്റ് ഹിസ് ഫാദർ. അവൻ അവൻ്റെ അച്ഛനെ ഷൗട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. ദെൻ ലാസ്റ്റ് വൺ വുഡ് ഹാവ്. ചെയ്തേനെ, പോയേനെ, എന്തെങ്കിലും ഒരാഗ്രഹം പറയാൻ തുടങ്ങിയവയൊക്കെയാണ് വുഡ് ഹാവ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ, ഇഫ് ഐ ഹാഡ് അറൈവ്ഡ് ഏർലിയർ ഐ വുഡ് ഹാവ് ഗോട്ട് ദ ബസ്. ഞാൻ നേരത്തെ എത്തിയിരുന്നെങ്കിൽ എനിക്ക് ബസ് കിട്ടിയേനെ. മറ്റൊരു എക്സാമ്പിൾ, ഇഫ് വി ഹാഡ് അറൈവ്ഡ് ഏർലിയർ വി വുഡ് ഹാവ് കോപ്റ്റ് അവർ ഫ്ലൈറ്റ്. ഞങ്ങൾ നേരത്തെ എത്തിയിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ആ ഫ്ലൈറ്റ് കിട്ടിയേനെ. വുഡ് ഹാവിൻ്റെ നെഗറ്റീവ് ഫോമാണ് വുഡിൻറ്റ് ഹാവ്. ഫോർ എക്സാമ്പിൾ, ഐ വുഡ് നോട്ട് ഹാവ് ലേൺഡ് ഇംഗ്ലീഷ് വിത്തൗട്ട് ദ ഇംഗ്ലീഷ് ക്ലാസ്. ഇംഗ്ലീഷ് ക്ലാസ് ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ കുഡ് ഹാവ്, ഷുഡ് ഹാവ്, വുഡ് ഹാവ് എന്നിവയുടെ യൂസേജ് നോക്കി. കുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ ചെയ്യണമായിരുന്നു, ഷുഡ് ഹാവ് ചെയ്യേണ്ടിയിരുന്നു, വുഡ് ഹാവ് ചെയ്തേനെ. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും ഈ രീതിയിൽ വീണ്ടും മറ്റുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു ടു ഓൾ.